IIT-കളെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ എഞ്ചിനീയറിംഗിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെയാണ് IIT-കൾ എന്ന് പറയാറുള്ളത്. എന്നാൽ IIIT എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? IIIT അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഒരു ഐയും കൂടി എക്സ്ട്രാ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ IIIT-കളെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഐഡിയ ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എഞ്ചിനീയറിംഗ് ആസ്പിരൻസ് ആയിട്ടുള്ള, അതായത് ഒരു IT, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ള ഒരു സർക്യൂട്ട് ബ്രാഞ്ചസിലോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് IIIT-കൾ എന്ന് പറയുന്നത്. അപ്പോൾ IIIT-കളുടെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അവസാനം വരെ കണ്ടിരിക്കുക. എഞ്ചിനീയറിംഗ് ആസ്പിരൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ IIIT-കളുടെ ഒരു ഹിസ്റ്ററി ഇവിടെ പറയുന്നുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ഇന്ത്യ സ്പെഷ്യലൈസിംഗ് ഇൻ IT, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇലക്ട്രോണിക്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ന് ആളുകൾ പ്രിഫർ ചെയ്യുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് പ്രിഫർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഒട്ടുമിക്ക കോളേജുകളും ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഒരുപാട് ആളുകൾ കൊടുക്കാറുള്ളത്. ഈ സാലറി പാക്കേജും മറ്റുമൊക്കെ ഹയസ്റ്റ് ആയിട്ട് വരാറുള്ളത് പലപ്പോഴും കമ്പ്യൂട്ടർ സയൻസിലാണ്. പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ച് കിട്ടുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് നല്ല റാങ്ക്, അന്ന് ജെയിലും മറ്റൊക്കെ നല്ല റാങ്ക് വരുന്ന സമയത്താണ് പലപ്പോഴും അത് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടുത്തെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് IIIT-യുടെ കേസിലാണെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് അതുപോലെയുള്ള കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് പോലെയുള്ള ബ്രാഞ്ചസിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലാണ് അവർ കംപ്ലീറ്റ്ലി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പറയുന്നുണ്ട് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ IT റിലേറ്റഡ് ഫീൽഡ്സ്. അപ്പോൾ അവർ കംപ്ലീറ്റ്ലി ഒരു IT റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ IT കമ്പനീസ് മിക്കവാറും ഇത്തരം ക്യാമ്പസുകളിൽ നിന്ന് നന്നായിട്ട് ഹയറിംഗ് നടത്താറുണ്ട്. കാരണം IT കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം, വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ടാലൻസിനാണ് വേണ്ടത്. അപ്പോൾ ഒരു നോർമൽ കോളേജിൽ പോകുമ്പോൾ ഓഫ് കോഴ്സ് IITs NITs നല്ല പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ IIITസിലോട്ട് ആകുമ്പോൾ കുറച്ചും കൂടി അവർ ഫോക്കസ്ഡ് ആണ്. അവർ ആ ഒരു ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടുന്ന് നല്ല പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ്, അവിടുത്തെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നതാണ്. അതിന് ഫോക്കസ് ഓൺ ഇൻഡസ്ട്രി കൊളാബറേഷൻ റിസർച്ച്, ടോട്ടൽ 26 IIITs. അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള IIITs മിക്കവാറും പല കമ്പനീസുമായിട്ടും പല പ്രൈവറ്റ് കമ്പനീസുമായിട്ടൊക്കെ കൊളാബറേഷൻസ് വെച്ചിട്ട് ഒരുപാട് റിസർച്ചുകൾക്കും മറ്റ് പ്ലേസ്മെന്റ്സിനൊക്കെ ആയിട്ട് ഒരുപാട് കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലാണ് വർക്ക് ചെയ്യാറുള്ളത്. അങ്ങനെ ടോട്ടൽ 26 IIITs ആണ് ഇന്ത്യയിലുള്ളത്. ആ 26 IIITs ലിസ്റ്റ് ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന തന്നെയാണ്. എല്ലാം ഞാൻ വായിക്കുന്നില്ല, വായിക്കാൻ ഒരുപാട് ടൈം വേണ്ടി വരും. സോ 26 IIITs ആണ് ഓൾ ഓവർ ഇന്ത്യ ഉള്ളത്. അതിൽ ഒരു IIIT നമ്മുടെ കേരളത്തിലുണ്ട്, അതാണ് IIIT കോട്ടയം. ഓക്കെ, IIIT കോട്ടയം നമ്മൾ 2015 ആക്ച്വലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒരു പബ്ലിക് പ്രൈവറ്റ് സെക്ടറിൽ വരുന്നതാണ്. ലൊക്കേഷൻ വരുന്നത് പാലയിലാണ്, കോട്ടയം പാലയിലാണ് വരുന്നത്. ഏകദേശം 53 ഏക്കേഴ്സിലാണ് ആ ഒരു ക്യാമ്പസ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് IIIT കോട്ടയത്തിലുള്ള സ്പെഷ്യാലിറ്റീസ്, ഏതൊക്കെ ബ്രാഞ്ച് അവിടെ ഉണ്ട്, അവിടുത്തെ പ്ലേസ്മെന്റ് എങ്ങനെയാണ്, സാലറി റേഞ്ച് എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് IIITകൾ ഉണ്ട്. അപ്പോൾ എല്ലാ IIITനെയും കൂടി വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ലെങ്തി ആവുമെന്നുള്ളതുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള IIIT കോട്ടയത്തിന്റെ വീഡിയോ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള കോഴ്സസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. BTech, കമ്പ്യൂട്ടർ സയൻസിലുള്ള BTech വരുന്നുണ്ട്, ഇലക്ട്രോണിക്സിലുള്ള BTech വരുന്നുണ്ട്, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി, AI ആൻഡ് ഡാറ്റ സയൻസ്, ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് ഏരിയാസിൽ വരുന്ന BTech കോഴ്സുകൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ MTech വരുന്ന സമയത്ത് BTech കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ MCA MSc കഴിഞ്ഞ ആളുകൾക്കുള്ള MTech അവർ മാസ്റ്റേഴ്സ് കോഴ്സായിട്ട് MTech ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ IMTech എന്ന് പറഞ്ഞിട്ട് 12th കഴിഞ്ഞ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്, ആൻഡ് PhD. ഇത്രയും കോഴ്സസ് ആണ് IIIT കോട്ടയം ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ എന്നുള്ളത്. ഇനി അവിടുത്തെ ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. BTechലോട്ട് ബേസ്ഡ് ഓൺ JEE മെയിൻ റാങ്ക്, നിങ്ങൾക്കറിയാം JEE മെയിൻ എക്സാമിനേഷൻ, JEE അഡ്വാൻസ്ഡ് എഴുതി കഴിഞ്ഞാലാണ് NIT IITലോട്ടൊക്കെ അഡ്മിഷൻ കിട്ടുക. JEE മെയിൻ റാങ്ക് വഴി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് IIITലോട്ട് അപ്ലൈ ചെയ്യാം. JEE മെയിൻ റാങ്ക് കഴിഞ്ഞാൽ എങ്ങനെയാണോ NITസിലോട്ടൊക്കെ അഡ്മിഷൻ കൊടുക്കാറ്, അതുപോലെ തന്നെ ജോസ വഴിയോ അല്ലെങ്കിൽ CSAB വഴിയൊക്കെ എന്ത് ചെയ്യും, അതിന്റെ അഡ്മിഷൻസും കാര്യങ്ങളും നടക്കും എന്നുള്ളതാണ്. ഇനി MTechലോട്ടാണെങ്കിൽ ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസിന് IIIT കോട്ടയം തന്നെ കണ്ടക്ട് ചെയ്യുന്ന റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അതിന് രണ്ടിലെയും പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ MTech കോഴ്സിലോട്ട് ഉണ്ടായിരിക്കുക. PhD ആണെങ്കിൽ അഗൈൻ IIIT കോട്ടയത്തിന് റിട്ടൺ ടെസ്റ്റ് പ്ലസ് ഇന്റർവ്യൂ എന്നുള്ളത് തന്നെയാണ് PhDക്കും ഉള്ള ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ അതൊക്കെ BTech ആണ് നിങ്ങളുടെ പ്രിഫറൻസ് എങ്കിൽ യൂഷ്വലി JEE മെയിൻസ് എക്സാം തന്നെയാണ്. അപ്പോൾ JEE മെയിൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ജോസ വഴി അപ്ലൈ ചെയ്ത സമയത്ത് പല ആളുകളും NITs മാത്രമൊക്കെയാണ് പ്രിഫറൻസ് കൊടുക്കാറുള്ളത്. പക്ഷേ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള IT റിലേറ്റഡ് ആയുള്ള ബ്രാഞ്ചസിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ IIITs നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. IIIT കോട്ടയം മാത്രമല്ല, ഒരുപാട് IIITകൾ ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് IIITs നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് റാങ്കിങ് NIRF റാങ്കിങ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് IIITs, അവിടുത്തെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഡീറ്റെയിൽസ് ഈസി ആയിട്ട് കിട്ടാവുന്നേ ഉള്ളൂ. ഇനി അവിടുത്തെ ഒരു പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത് അല്ലേ. അപ്പോൾ പ്ലേസ്മെന്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഒരു 2 അക്കാഡമിക് ഇയേഴ്സിന്റെ കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2023-24ന്റെയും അതിൽ 2022-23യുടെയും ഒരു കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2022-23 100% പ്ലേസ്മെന്റ് ആണ്. നെക്സ്റ്റ് ഇയർ വന്നപ്പോഴേക്കും 83% ആയി. പെർസെന്റേജിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം, പ്ലേസ്മെന്റ് എന്നുള്ളത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ഒരു ഓൾ ഓവർ
ഇന്ത്യയിൽ വരുന്ന ഒരു എക്കണോമിക് സിറ്റുവേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കമ്പനീസിന്റെ കേസിൽ വരുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തിരിക്കും. എസ്പെഷ്യലി സോഫ്റ്റ്വെയർ ഫീൽഡ് നടക്കുന്ന കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. എനിവേ വളരെ ഹൈ പെർസെൻറ്റേജ് തന്നെയാണ് പ്ലേസ്മെന്റിന് ഈ ക്യാമ്പസുകളിൽ ഉള്ളത് എന്നുള്ളതാണ്. അതുപോലെ 2020 ഒരു വർഷം 20 സ്റ്റാർട്ടപ്സ് ആണ് ഈ ഒരു ഇയറിൽ വന്നതെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ അറൗണ്ട് 22 സ്റ്റാർട്ടപ്സ് വന്നിട്ടുണ്ട്. പലപ്പോഴും സ്റ്റാർട്ടപ്സ് ഹൈലി പേയിങ് ആയിരിക്കും. കാരണം അവരുടെ ഇനീഷ്യൽ ഫേസിൽ നല്ല ടാലൻസിനും മറ്റൊക്കെ അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പേയിങ് ഉള്ള ഒരുപാട് സ്റ്റാർട്ടപ്സുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ടോട്ടൽ കമ്പനീസ് നോക്കുകയാണെങ്കിൽ 76 കമ്പനി നെക്സ്റ്റ് ഇയറിലോട്ട് വന്നപ്പോൾ അത് 86 കമ്പനി ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കമ്പനീസ് അവിടെ വരുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഇത്രയും കമ്പനീസ് വരുന്നത് ഒരുപാട് ബ്രാഞ്ചുകളുള്ള ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ക്യാമ്പസിലോട്ടല്ല. ലിമിറ്റഡ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉള്ള കമ്പ്യൂട്ടർ സയൻസിലും IT-ലും ഫോക്കസ് ചെയ്യുന്ന ലിമിറ്റഡ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉള്ള കുറച്ച് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഫോക്കസ്ഡ് ഗ്രൂപ്പിലോട്ടാണ് ഇത്രയും അധികം കമ്പനീസ് വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു മീഡിയൻ പാക്കേജ് നോക്കുകയാണെങ്കിൽ 11 LP ഒക്കെയാണ് മീഡിയൻ പാക്കേജ് ഒരു വർഷം വന്ന് നെക്സ്റ്റ് ഇയറിലോട്ട് വരുമ്പോൾ 10.5 LP ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു സാലറി പാക്കേജസിന്റെ ഒരു ഐഡിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹയസ്റ്റ് ഡൊമസ്റ്റിക് പാക്കേജ് വന്നിട്ടുള്ളത് 58.93 LP ആണ് 2022-23 വന്നതെങ്കിൽ നെക്സ്റ്റ് ഇയർ 45 LP ആണ്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ചെറിയ ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ നല്ല ഹൈ പാക്കേജ് ആണ് ഡൊമസ്റ്റിക്കിൽ ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഹയസ്റ്റ് ഇന്റർനാഷണൽ പാക്കേജ് വന്നിട്ടുള്ളത് 23 LP ആണ് ഒരു ഇയറിൽ വന്നെങ്കിൽ നെക്സ്റ്റ് ഇയറിലോട്ട് ആയപ്പോഴേക്കും 44 LP ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. LP എന്ന് നിങ്ങൾക്ക് അറിയാം ലാക്സ് പെർ ആനം ആണ്. ഓക്കെ, CTC ആയിട്ടാണ് പറയാം, കോസ്റ്റ് ടു കമ്പനി എന്നാണ് യൂഷ്വലി പറയാം. അതിനകത്ത് ഒരുപാട് കമ്പോണൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇൻഹാൻഡ് ആയിട്ട് കിട്ടുന്ന സാലറി, നിങ്ങളുടെ PF, മറ്റ് വർഷം ഒരുപാട് കമ്പോണൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള CTC ആണ് യൂഷ്വലി എല്ലാ കമ്പനീസിന്റെയും പാക്കേജസ് ആയിട്ട് പറയാം. അപ്പോൾ ലാക്സ് പെർ ആനം ആണ് LPA എന്നുള്ളത്. അപ്പോൾ 23 ലാക്സ് പെർ ആനോ അതുപോലെ 44 ലാക്സ് പെർ ആനോ ആണ് 2 വർഷങ്ങൾ, ഒരു വർഷം അടുത്ത വർഷത്തോട് പോയപ്പോൾ ഇൻക്രീസ്. ഇനി ഒരു ആവറേജ് പാക്കേജ് നോക്കുകയാണെങ്കിൽ 14.32 LPA ആണ് 2022-23 ഉണ്ടായിരുന്നെങ്കിൽ നെക്സ്റ്റ് ഇയറോട് എത്തിയപ്പോഴേക്കും 12.7 LPA എന്നുള്ള റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്, ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കി അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജ് തന്നെ. ഇപ്പോൾ 12.7 LPA എന്നൊക്കെ പറയുമ്പോൾ ഒരു പെർ മന്ത് 1 lakhന്റെ അടുത്തൊക്കെ എന്ത് ചെയ്യും. ഇനിയിപ്പോൾ അതിന് കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടാവും, ടാക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡിഡക്ഷൻസ് കഴിഞ്ഞാലും അറൌണ്ട് 1 lakh പെർ മന്ത് ആഫ്റ്റർ കോളേജ് നിങ്ങൾ ബിടെക്കോ കാര്യങ്ങൾ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് സാലറി പാക്കേജ് ഓഫർ ചെയ്യപ്പെടുന്നുണ്ടെന്നതാണ്. പിന്നെ ഓഫ്കോഴ്സ് നിങ്ങളുടെ സ്കില്ലും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹയറിലോട്ട് പോകാൻ പറ്റും. പിന്നെ ഈ ഹയസ്റ്റ് പാക്കേജസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഔട്ട്ലെയേഴ്സ് ആണ്. എല്ലാ സ്റ്റുഡൻസിനും ഹയസ്റ്റ് പാക്കേജ് കിട്ടില്ല. പക്ഷേ കുറച്ച് സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, ഡൊമസ്റ്റിക് ആയിട്ടും ഇന്റർനാഷണൽ ആയിട്ടുള്ള ഹയസ്റ്റ് പാക്കേജസും ഓഫർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേസ്മെന്റ്സും കാര്യങ്ങളും ഇത്തരം ക്യാമ്പസുകൾ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ വരുന്ന ഡിഫറെന്റ് കമ്പനീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരുപാട് കമ്പനീസ്, ആമസോൺ, നിസാൻ, NVIDIA, IBM, ഇൻഫോസിസ്, ഡെലോയിറ്റ്, HP, ഇങ്ങനെ നമുക്ക് പരിചയമുള്ള കോഗ്നിസന്റ്, ഒരുപാട് പരിചയമുള്ള ഏറ്റവും വലിയ കോർപ്പറേറ്റ്സ് എന്ന് പറയാവുന്ന ഒരുപാട് കമ്പനീസ് ഇവിടെ വന്ന് ഹയറിംഗ് നടത്താറുണ്ട്. ഇതിൽ പല കമ്പനീസിനും ഇത്തരത്തിലുള്ള ക്യാമ്പസുകളുമായിട്ട് ടൈപ്പ് ഉണ്ട്. ആ ക്യാമ്പസിന്റെ ഡെവലപ്മെന്റിനും മറ്റുമായിട്ട് അവർ ഫണ്ട് ചെയ്യാറുണ്ട്, റിസർച്ചുകളും മറ്റു കാര്യങ്ങളും അസോസിയേറ്റ് ചെയ്യാറുണ്ട്, പ്രൊജക്ട്സിലും അസോസിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഇൻഡസ്ട്രി പ്ലസ് ക്യാമ്പസ് ഒരു കണക്ഷനുള്ള ഒരുപാട് ക്യാമ്പസുകളുണ്ട് IIIT-യിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ക്യാമ്പസുകളിൽ നിന്ന് ആ കമ്പനീസ് ഹയർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അവർക്ക് വേണ്ട ഒരു ഫോക്കസ്ഡ് ഗ്രൂപ്പാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ ആ സ്റ്റുഡൻസ് മോൾഡ് ചെയ്തെടുത്തിട്ട് ആ കമ്പനീസിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ ഒരു ടാർഗറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൂടിയും ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുമെന്നതാണ്. പിന്നെ അവിടുത്തെ ഫെസിലിറ്റീസ്, എല്ലാ ഫെസിലിറ്റീസും ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, നമുക്ക് മറ്റൊരു വീഡിയോക്ക് മാറ്റാം. 1-2 ഫെസിലിറ്റീസ് ജസ്റ്റ് നമുക്ക് കൊടുക്കാം. ഒന്ന് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ്. ഇത്തരത്തിലുള്ള ഏതൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിലും നിങ്ങൾക്കറിയാം ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഹോസ്റ്റൽ മാത്രമല്ല കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും separate hostel accommodation is provided for boys and girls. There are 11 hostels for boys and 3 hostels for girls. എല്ലാവർക്കും ഹോസ്റ്റൽ അക്കോമഡേഷൻ കൊടുക്കുന്നതാണ്. All the hostels have common rooms, 24-hour Wi-Fi connectivity and recreational centers where newspapers, magazines and TV are available. Round the clock water and electricity is provided. Laundry equipments are also available in the hostels. നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് വായിച്ചതാണ്. എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് IIIT കോട്ടയത്തിൻ്റെയും മറ്റൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബ്സിലൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ക്യാമ്പസിന്റെ ഒരു കാര്യം എങ്ങനെയാണ്, ക്യാമ്പസിൽ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളതെന്നൊക്കെ കാണാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ജിം ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ടായിരിക്കും, സ്പോർട്സ് ആക്ടിവിറ്റീസ്, ബാങ്ക് ATM, ലൈബ്രറി, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ടായിരിക്കും, ക്യാമ്പസിനകത്ത് ഉണ്ടായിരിക്കും എന്നതാണ്. ജിമ്മിനകത്ത് തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ടൈപ്പ് എക്യുപ്മെന്റ്സും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ ഒരു ഹെൽത്തും നിങ്ങളുടെ വെൽബീയിങ്ങും നിങ്ങളുടെ അക്കാഡമിക്സും എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് എല്ലാ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ഒരു അജണ്ടയാണ്. നിങ്ങളുടെ അക്കാഡമിക്സ് മാത്രം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരിക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളൊരു 4 or 5 years ഒക്കെ ഒരു ക്യാമ്പസിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ
ഇപ്പോൾ ബിടെക് കോഴ്സ് ആണെങ്കിൽ യൂഷ്വലി 4 ഇയേഴ്സ് ആണ് ഉണ്ടാവുക. ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ഉണ്ടെങ്കിൽ 5 ഇയേഴ്സ് ഉണ്ടായിരിക്കും. എംടെക് കോഴ്സുകൾ യൂഷ്വലി 2 ഇയേഴ്സ് ആണ് ഉണ്ടാവുക. PhD നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല, 3 to 5 ഇയേഴ്സ് ഒക്കെ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു കുറച്ചധികം വർഷങ്ങൾ നിങ്ങൾ ഒരു ക്യാമ്പസിനകത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു അക്കാഡമിക് എക്സ്പോഷർ മാത്രമല്ല അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങളുടെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ വെൽബീങ് ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു എൻവയോൺമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹെൽത്തി എൻവയോൺമെന്റിൽ ജീവിക്കുമ്പോഴേ നമുക്ക് അവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ക്യാമ്പസുകൾ ഉണ്ടായിരിക്കും, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഇയേഴ്സ് ഒരു ഫാമിലിയിൽ സ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പാരലൽ ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് എല്ലാ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ IITകളും അതിൽപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ JEE റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്ന് ഇനി ജോസ് വഴി അതിൻ്റെ അലോക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് പോലെയുള്ള ബ്രാഞ്ചസ് ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് IITകൾ എന്ന് പറയുന്നത്. JEE മെയിൻസിന്റെ മാർക്കിന്റെ ബേസിൽ തന്നെയാണ് അങ്ങോട്ടും അഡ്മിഷൻ കൊടുക്കുന്നത്. സോ അതും കൂടി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇതിന്റെ കൂടുതൽ ഫർദർ ആയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമന്റ് ബോക്സിൽ പറയാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള നെക്സ്റ്റ് വീഡിയോ നമ്മൾ റിലീസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.